ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മോൻ്റെ സ്കൂളിൽ നിന്ന് നടത്തിയ ടൂറിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. വളാഞ്ചേരിയിലുള്ള ഫ്ലോറ ഫാൻറ്റസിയ എന്ന് പറഞ്ഞൊരു വാട്ടർ തീം പാർക്കിലേക്കായിരുന്നു ടൂർ പോയത്. അപ്പോൾ ആ ടൂർ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. രാവിലെ 8 മണിക്കാണ് ടൂർ സ്റ്റാർട്ട് ചെയ്തത്. കയറിയപ്പോൾ തന്നെ ആ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കുട്ടികളുടെ കൂടെയുള്ള യാത്ര. ഒരു 9:30 ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. പട്ടാമ്പിയിലുള്ളൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡലിയും ചമ്മന്തിയും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ബസ്സിൽ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ അതെല്ലാം ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരുന്നു. പിന്നെ കൂടെ ചായയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് വാഷ്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എല്ലാം കൊണ്ട് സൗകര്യമായി. അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളും അത് പിന്നെ ചെറിയ കുട്ടികളുടെ കൂടെ എന്തായാലും പേരൻസ് വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ പേരൻസും ഉണ്ടായിരുന്നു കുറേ കുട്ടികളുടെയൊക്കെ. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഇനി വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മളൊരു 10:30 ആയപ്പോഴേക്കും ഫ്ലോറ ഫാൻറ്റസിയ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടോ. ചെന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരിവരിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളോട് ഇറങ്ങി. പിന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊക്കെ യൂണിഫോം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുക്കലും അകത്തേക്ക് കയറലൊക്കെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരിവരിയായിട്ട് അങ്ങോട്ട് പോവുകയാണ്. നല്ല വെയിലൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാ കുട്ടികളും നിരത്തി പിടിച്ച് നിർത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അവിടെ കുട്ടികളെല്ലാം നിർത്തി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ മുൻവശം. വീട്ടിലെ മുൻവശത്ത് അലാവുദ്ദീൻ അത്ഭുത വിളക്കിൻ്റെയൊക്കെ ഒരു തീമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇനി ആ പാർക്കിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും വരിയായിട്ട് ഇതാ നിൽക്കുവാണ്. അപ്പോൾ അകത്തേക്ക് കയറുന്ന ഭാഗം നല്ലൊരു രസകരമായിട്ടുള്ള ഭാഗമാണ്. ഇത് കണ്ടില്ലേ, പട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പാലം പോലത്തെ സാധനത്തിലാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്ന് നമുക്കിങ്ങനെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ, കാരണം അധികം നേരം ഫോൺ അങ്ങനെ പിടിക്കാൻ പോലും പറ്റിയില്ല. തല കറങ്ങി പോകുന്ന പോലെ ശരിക്കും തോന്നിപ്പോയി. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ അകത്തേക്ക് കയറി. പാർക്കിൻ്റെ അകത്ത് കയറിയ ഉടനെ തന്നെ പാർക്കിലത്തെ ഒരു ഒഫീഷ്യൽ വന്നിട്ട് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നു. അപ്പോൾ ആദ്യം തന്നെ വാട്ടർ റൈഡ് അല്ലാത്ത റൈഡുകളിൽ പോയി കയറണം, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വാട്ടർ റൈഡിൽ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. കാരണം നനഞ്ഞ ഡ്രസ്സും കൊണ്ട് അല്ലാത്ത റൈഡുകളിൽ കയറാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഇന്ന് ഒരുപാട് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ. കാരണം നമ്മൾ പോയൊരു വെള്ളിയാഴ്ചയാണ്. മിക്ക വെള്ളിയാഴ്ചകളാണ് ഈ സമയത്ത് സ്കൂളുകളിൽ നിന്ന് ടൂർ വരിക. അപ്പോൾ ഒരു 33ഓളം സ്കൂളുകളിൽ നിന്ന് കുട്ടികളുണ്ട്. 2000-ലധികം കുട്ടികൾ ഇന്നൊറ്റ ദിവസം തന്നെ ഈ പാർക്കിലുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഒരേ യൂണിഫോം ഇട്ട പല പല സ്കൂളുകളും ഉണ്ടാകും, അതുകൊണ്ട് കുട്ടികളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മിക്ക ചെറിയ കുട്ടികളുടെ കൂടെ പേരൻസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ റൈഡുകളിലേക്ക് കയറാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് കണ്ടില്ല, ഇതുപോലത്തെ വാട്ടർ റൈഡ് അല്ലാത്ത റൈഡുകളിലേക്കാണ് കയറുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ബാഗും അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ലോക്കർ റൂം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ അകത്ത് റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി പാർക്കിൽ കൂടുതൽ കാഴ്ചകൾ കാണാം. ഇഷ്ടപ്പെട്ട മീനെ അമ്മ കുഞ്ഞു മീനുകളല്ലേ
പിടിച്ചോടനെ പിടിച്ച ചിന്നടനെ മേടിച്ച് പഠിക്കല്ലേ പേടിയാണ്. അപ്പോൾ ലഞ്ച് പാർക്കിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ പാർക്കിൻ്റെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിരുന്നു. പ്രത്യേകം നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ ബിരിയാണി, പിന്നെ വെജ് കഴിക്കുന്നവർക്ക് അവിടെ നിന്ന് വെജ് മീൽസും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം എരിവും സ്പൈസി ഒന്നും അല്ലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഫുഡ് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം വിശ്രമിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവിടെ ടോയ്ലറ്റും വാഷ്റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു 3-4 റൈഡുകളിലും കൂടി കയറാനുണ്ട്. പിന്നെ തിയേറ്റർ, DJ അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വാട്ടർ റൈഡുകളിലേക്ക് പോകാൻ പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇലക്ട്രിക് കാർ റൈഡിന് ചെന്നേക്കുവാണ്. അത് റിവേഴ്സിൽ കിടക്കണേ അത് ഇനിയിപ്പോൾ ഹൊറർ ഹൗസ് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ തീരെ ചെറിയ കുട്ടികൾ, അതായത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും കയറ്റാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവൂട്ടനും നീലുവിനൊന്നും കയറിയിട്ടില്ല, അവരൊക്കെ പുറത്താണ് നിന്നത്. അധികം സൗണ്ട് ഉണ്ടാക്കുന്നതാണോ? സൗണ്ട് അധികം കൊടുക്കുന്നതാണോ? എന്തായാലും കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ നല്ലോണം പേടിയാവും കേട്ടോ. അപ്പോൾ തീരെ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തായാലും പേടിക്കും. കാരണം 1-2 കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കരയുന്നുണ്ടായിരുന്നു പേടിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് പേടിക്കാനുള്ള കാര്യമൊന്നും ഇല്ല, എന്നാലും രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി 10D സിനിമ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് കയറാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷെ അവിടെ നീലു ഉറങ്ങിപ്പോയതുകൊണ്ട് പിന്നെ ഞാനും ദേവൂടിനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ
അപ്പോൾ ഇനിയിപ്പോൾ വാട്ടർ റൈഡുകൾ തുടങ്ങുവാണ്. ഫസ്റ്റ് കൂടിയാണ് തുടങ്ങിയത് കേട്ടോ. ഈ സ്ലൈഡിൽ ആദ്യം സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് കുറേ പൂളുകളും വാട്ടർ റൈഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെയാണ് ഇതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത് നിന്നത്. നല്ല രസമായിരുന്നു എന്തായാലും വാട്ടർ റൈഡുകൾ. പിന്നെ കുട്ടികളുടെ കൂടെ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സുഖമായിട്ട്, കാരണം എന്തായാലും സ്ലൈഡിൽ കൂടെ ഇങ്ങനെ ഊർന്നു വരുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് വെള്ളത്തിലേക്കൊന്ന് മുങ്ങിപ്പോകും. അപ്പോൾ അവരെ പിടിക്കാനായിട്ട് ഒരാൾ ശരിക്കും വേണം. പാർക്കിൽ നല്ല റഷ് ഉണ്ടായിരുന്നെങ്കിലും റൈഡുകളിൽ കയറാൻ നമുക്കെല്ലാം വലിയ അസൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല വൃത്തിയുമായിരുന്നു. പിന്നെ ആ സ്റ്റാഫുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നല്ലതായിരുന്നു എന്തായാലും. അപ്പോൾ ലാസ്റ്റ് സെഷനാണ് കേട്ടോ വേവ് പൂള്. വാട്ടർ റൈഡുകളുടെ ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫോണൊന്നും ഇങ്ങനെ വെള്ളത്തിലേക്ക് അധികം കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. എന്തായാലും വെള്ളത്തിലെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. എന്നാൽ നീലൂട്ടനൊക്കെ ഇറങ്ങി. പിന്നെ നീലൂട്ടനെ വേഗം തന്നെ കുളിപ്പിച്ച് കയറ്റി. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി ആവാറായി. 6 മണി വരെയാണ് കേട്ടോ പാർക്ക്. അപ്പോൾ ഇനിയിപ്പോൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കണം. വീഡിയോ ആണ്. മതി. കുട്ടികളൊക്കെ വെള്ളത്തിൽ നല്ലോണം എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അവിടെ നിന്നാണെങ്കിൽ തിരിച്ച് കയറാൻ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ നിർബന്ധിച്ചിട്ടാണ് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറ്റിയത്. ഇനിയിപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. കാരണം ഒരുപാട് ലാസ്റ്റ് വരെ നിന്നാൽ പിന്നെ അവിടെ ഡ്രസ്സൊക്കെ മാറാൻ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നു. ഇനിയിപ്പോൾ നമ്മളിതാ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചു. അതിന് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഇതല്ല പല സ്കൂളിലെ കുട്ടികളൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളതാ വെയിറ്റ് ചെയ്യുന്നിടത്തൊരു വാട്ടർ ഫൗണ്ടനും അവിടെ ഒരു കുളവും കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട് ചെറുതേതാ? അങ്ങനെ നമ്മുടെ ടൂർ ഏകദേശം അവസാനിക്കാറായി. പാർക്കിലത്തെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ചു പോകണം. ഇതായത് നല്ല രസമായിരുന്നു. കുട്ടികളും അതിനേക്കാളും കൂടുതൽ പേരൻസും ടീച്ചേഴ്സും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത ടൂറായിരുന്നു. നല്ലൊരു പാർക്കൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് ബസ്സിൽ കയറുവാണ്.
അപ്പോൾ അങ്ങനെ രാത്രി 8:30 കൂടി നമ്മൾ ആ സ്കൂളിൽ തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ.